Hello dear students, next we are going to discuss another important topic, color CRT monitors. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത റാൻഡം സ്കാൻ ആൻഡ് റാസ്റ്റർ സ്കാനൊക്കെ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് കളർ CRT മോണിറ്റേഴ്സ്. ഓക്കെ, കളർ CRT monitors means through monitor we display color pictures. Okay, so here a color CRT monitor displays color pictures by using a combination of phosphors that emit different colored light. ഡിഫറെൻറ്റ് കളേഴ്സ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോസ്ഫേഴ്സ് യൂസ് ചെയ്യും. പല കളേഴ്സ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഫോസ്ഫേഴ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കോമ്പിനേഷൻ വെച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? പല കളേഴ്സ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഫോസ്ഫേഴ്സ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആ ഡിഫറെൻറ്റ് ഫോസ്ഫേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് എമിറ്റ് ചെയ്യാം. ആ ഡിഫറെൻറ്റ് ഫോസ്ഫേഴ്സിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വെറൈറ്റി ഓഫ് കളേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ടു ഫോസ്ഫേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടിൻ്റെയും കളർ ഡിഫറെൻ്റ് ആണെങ്കിൽ ആ രണ്ട് കളേഴ്സ് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ ആ രണ്ട് ഫോസ്ഫറും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ന്യൂ കളേഴ്സും കിട്ടും. ഓക്കെ, സോ ഹിയർ we display color pictures by using a combination of phosphors that emits different colored light, and by combining the emitted light from the different phosphors a range of colors can also be generated. അപ്പോൾ നമ്മളിപ്പം റെഡും ഗ്രീനും ഫോസ്ഫേഴ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ ആ റെഡ് ഫോസ്ഫറിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ റെഡ് കളർ കിട്ടും, ഗ്രീൻ ഫോസ്ഫറിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ കിട്ടും. ചില കേസിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ കളേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, റെഡിൻ്റെയും ഗ്രീനിൻ്റെയും. ഓക്കെ, സോ ഹിയർ വി ക്യാൻ യൂസ് ടു ബേസിക് മെക്കാനിസം ഫോർ displaying color, producing color displays in the CRT, that is beam penetration method and the shadow mask method. ഇത് നമ്മൾ ബീം പെനട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ് ചോദിക്കാം, ഷാഡോ മാസ്ക് മെത്തേഡ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ കളർ CRT മോണിറ്റർ എന്ന് പറഞ്ഞും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. First one is beam penetration method. Beam penetration method means here it is used for displaying color pictures and it is mainly used in the random scan display. Random scan ഡിസ്പ്ലേയിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. Here, two layers of phosphors, usually red and green, are coated onto the inside of the CRT screen. CRT സ്ക്രീനിൻ്റെ ഇൻസൈഡ് രണ്ട് ലെയേഴ്സ് ആയിട്ടായിരിക്കും ഫോസ്ഫേഴ്സ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു CRT സ്ക്രീൻ ആണെങ്കിൽ ഒരു റെഡ് ലെയർ ഫോസ്ഫറും കാണും, ദെൻ ഒരു ഗ്രീൻ ലെയർ ഫോസ്ഫറും കാണും. ആൻഡ് ദിസ് ഈസ് ദ phosphor coated screen. Okay, so this is the screen, and on the inside of the CRT screen two layers of phosphor, red and green, are coated, and the display color depends upon how far the electron beam penetrates into the phosphor layer. അല്ലെങ്കിൽ ആ beam of electronsൻ്റെ സ്പീഡിനെ ബേസ് ചെയ്തിട്ടൊരു കളർ ആയിരിക്കും അവിടെ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇഫ് ദ beam of electrons is slow, it will excites only the outer red color and we get only the red color. If beam of electron is very fast, it will penetrate through the red layer and excites the inner green layer and we get the green light. അതായത് ബീം ഓഫ് ഇലക്ട്രോൺസ് ഒരു മീഡിയം റേഞ്ചിലാണ് വരുന്നതെങ്കിൽ ഈ റെഡ് ലെയറിനെ മാത്രമേ പെനിട്രേറ്റ് ചെയ്ത് സോ റെഡ് കളറായിരിക്കും കിട്ടുന്നത്. ഫാസ്റ്റായിട്ടാണ് വരുന്നതെങ്കിൽ റെഡ് ലെയറിനെ പെനിട്രേറ്റ് ചെയ്ത് ഗ്രീനെ ടച്ച് ചെയ്യും, ഇന്ന ഗ്രീനെ ടച്ച് ചെയ്യും, സോ ഗ്രീൻ കളറായിരിക്കും കിട്ടുന്നത്. ദെൻ ഇൻ്റർമീഡിയറ്റ് സ്പീഡ് ആണെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ ആർ എമിറ്റഡ് ഷോ ടു അഡീഷണൽ കളേഴ്സ് ലൈക്ക് ഓറഞ്ച് ആൻഡ് യെല്ലോ. So the speed of the electrons and hence the screen color is controlled by beam acceleration voltage. ഈ പറഞ്ഞ സ്പീഡ് ഓഫ് കളേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇലക്ട്രോൺ ബീമിൻ്റെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ബീം ആക്സിലറേഷൻ വോൾട്ടേജ് യൂസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ദിസ് ഓൾ അബൌട്ട് ബീം പെനട്രേഷൻ മെത്തേഡ്. ബീം പെനട്രേഷൻ മെത്തേഡ് മീൻസ് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ടു ലെയർ ഓഫ് ഫോസ്ഫർ, റെഡ് ആൻഡ് ഗ്രീൻ. അപ്പോൾ സ്ലോ ആണെങ്കിൽ റെഡ് കളർ ആയിരിക്കും, ഫാസ്റ്റ് ആണെങ്കിൽ റെഡിനെ പെനിട്രേറ്റ് ചെയ്ത് ഗ്രീൻ കളർ ആയിരിക്കും. മീഡിയം റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ഓറഞ്ച് യെല്ലോ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് 4 കളേഴ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. 4 കളേഴ്സ് മാത്രം കിട്ടത്തുള്ളെങ്കിൽ അത്രയും ചെറിയ ആപ്ലിക്കേഷൻസ്, അതായത് റാൻഡമിൻ്റെ കേസിൽ മാത്രമേ, റാൻഡം ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം റാൻഡം ഡിസ്പ്ലേ എന്ന് പറയുന്നത് ലൈൻ ഡ്രോയിങ് കമാൻഡ്സിന് വേണ്ടി, ലൈൻ ഡ്രോയിങ് ആപ്ലിക്കേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കളേഴ്സ് മാത്രം മതി. സോ ആ കേസിലാണ് ബീം പെനട്രേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
The next one is shadow mask method. Shadow mask method means here the screen consists of dots or points, but each dot is a combination of 3 colors. ഓരോ ഡോട്ടും 3 ഡോട്ട്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഏതൊക്കെയായിരിക്കും? റെഡ്, ദെൻ ബ്ലൂ ആൻഡ് ഗ്രീൻ. നമ്മുടെ സ്ക്രീനിലെ ഓരോ പോയിൻറ്റും അല്ലെങ്കിൽ ഓരോ ഡോട്ട് എന്ന് പറയുന്നത് 3 ഡോട്ട്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ ഹിയർ വി ആർ യൂസിങ് 3 electron guns. One gun for emitting red light, another gun for emitting blue beam of light, then another gun for using green electron beam. Okay, then we are using a shadow mask which consisting of multiple holes. Okay, so here it consisting of 3 electron guns, a shadow mask beneath the screen, and a screen also consisting of multiple dots, and each dot is a combination of 3 dots. അപ്പോൾ ഈ 3 ഇലക്ട്രോൺ ഗൺസിൽ നിന്നും വരുന്ന ഇലക്ട്രോൺ ബീം ഈ ഷാഡോ മാസ്കിൽ ഏതെങ്കിലും ഒരു ഹോളിലൂടെ പാസ് ചെയ്യും. ആ ഹോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോട്ടിൽ വന്ന് ടച്ച് ചെയ്യും. അപ്പോൾ ആ ഡോട്ടിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ 3 ഇലക്ട്രോൺ ഗൺസിൽ നിന്ന് 3 ഇലക്ട്രോൺ ബീംസ് ആയിരിക്കും വരുന്നത്. റെഡ് ബീം വന്ന് റെഡ് സ്പോട്ടിനെ ആയിരിക്കും, റെഡ് ഡോട്ടിനെ ആയിരിക്കും ടച്ച് ചെയ്യുന്നത്. ബ്ലൂ ഇലക്ട്രോൺ ബീം വന്ന് ബ്ലൂ ഡോട്ടിനെ ആയിരിക്കും ടച്ച് ചെയ്യുന്നത്. ദെൻ ഗ്രീൻ ബീം വന്ന് ഗ്രീൻ ഡോട്ടിനെ ആയിരിക്കും ടച്ച് ചെയ്യുന്നത്. ദെൻ ആ ടച്ച് ചെയ്തിട്ട് അവിടുന്ന് 3ൻ്റെയും കൂടെ കോമ്പിനേഷനുള്ള ലൈറ്റ് ആയിരിക്കും നമുക്ക് എമിറ്റ് ചെയ്യുന്നത്. 3ൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു വൈറ്റ് ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇൻറ്റൻസിറ്റി എല്ലാത്തിൻ്റെ 0 ആണെങ്കിൽ ബ്ലാക്ക് ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ദെൻ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പൈൻഡ് ലെവലിലുള്ള കളറായിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് എല്ലാത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഈക്വൽ മീൻസ് 3ൻ്റെ ഇൻറ്റൻസിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. എല്ലാത്തിൻ്റെ ഇൻറ്റൻസിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബ്ലാക്ക് ലൈറ്റ് കിട്ടും. ദെൻ ചില കേസിൽ ആറും ജിയും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇൻറ്റൻസിറ്റി കാണത്തുള്ളൂ, അവിടെ ബ്ലൂ ഓഫ് ആയിരിക്കും. ആ കേസിൽ റെഡ് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, സോ പോയിൻറ്റ്സ് നോക്കി. Shadow mask methods mean they are commonly used in raster scan methods, that is including color TV, because they produce a wide range of colors. Here it consisting of 3 phosphor color dots at each pixel position. നമ്മുടെ സ്ക്രീനിലെ ഓരോ ഡോട്ടിലും അല്ലെങ്കിൽ ഓരോ പിക്സൽ പൊസിഷനിലും 3 phosphor dots ആയിരിക്കും ഉള്ളത്. ഓക്കെ, 1 phosphor dot emits red light, another emits green light, and the third one emits blue light. അപ്പോൾ സ്ക്രീനിലെ ഓരോ ഡോട്ടും അല്ലെങ്കിൽ ഓരോ പിക്സൽ എന്ന് പറയുന്നത് 3 ഡോട്ടിന് ഈക്വലൻ്റ് ആയിരിക്കും. അത് ഓരോന്നും റെഡിനും 1 ബ്ലൂവിനും 1 ഗ്രീൻ ലൈറ്റും ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. Okay. This type of CRT has 3 electron guns, 1 for each dot, and a shadow mask grid is placed just behind the phosphor coated screen. Here, the 3 electron beams are deflected and focused as a group onto the shadow mask, which contains a series of holes aligned with the phosphor dot patterns. നമ്മുടെ സ്ക്രീനിലെ പിക്സൽ പൊസിഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഡോട്ട്സ് ആയിരിക്കും ആ ഷാഡോ മാസ്കിലും ഉള്ളത്. When the 3 beams pass through a hole in the shadow mask, they activate a corresponding dot triangle and which appears as a small color spot on the screen. ഓക്കെ, അപ്പോൾ ഈ 3 ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും വരുന്ന ലൈറ്റ് ഈ പർട്ടിക്കുലർ ഹോളിലൂടെ പാസ് ചെയ്ത് ആ ഹോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്രീൻ പൊസിഷനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു ലൈറ്റ് എമിറ്റ് ചെയ്ത് കിട്ടും. The phosphor dots are arranged in a triangle manner so that the electron beam can activate only its corresponding color dot when it passes through the shadow mask. അപ്പോൾ ഈ 3 ലൈറ്റും കൂടെ നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് വരുന്ന 3 ലൈറ്റും കൂടി ഒരു പർട്ടിക്കുലർ ഹോളിലൂടെ പാസ് ചെയ്ത് ദെൻ ആ സ്ക്രീനിൽ വന്ന് ടച്ച് ചെയ്യുമ്പോഴും ആ സ്ക്രീൻ എന്ന് പറയുന്ന 3 പോയിൻറ്റ്സ് അല്ലയോ, കറസ്പോണ്ടിങ് പോയിൻറ്റ്സിൽ വന്ന് ടച്ച് ചെയ്യത്തുള്ളൂ. അതായത് ആ ബ്ലൂ ബീം എന്ന് പറയുന്നത് ബ്ലൂ ഡോട്ടിൽ പിക്സലിനെ ബ്ലൂ ഡോട്ടിലായിരിക്കും വന്ന് ടച്ച് ചെയ്യുന്നത്, ഗ്രീൻ എന്ന് പറയുന്ന ഗ്രീൻ ഡോട്ടിലായിരിക്കും വന്ന് ടച്ച് ചെയ്യുന്നത്, റെഡ് എന്ന് പറയുന്ന റെഡ് ഡോട്ടിലായിരിക്കും വന്ന് ടച്ച് ചെയ്യുന്നത്. Then the color that displays depends upon the amount of excitation of the red, green and blue phosphors. That is, a white is the result of activating all the 3 dots with equal intensity. എല്ലാ 3 dots നമ്മൾ ഈക്വൽ ഇൻറ്റൻസിറ്റിയോട് കൂടി എക്സൈറ്റ് ആവുകയാണെങ്കിൽ അവിടെ വൈറ്റ് ലൈറ്റ് ആയിരിക്കും. Then if only the green and red dots gets
എക്സൈറ്റഡ്. ഗ്രീൻ അതായത് ഗ്രീൻ ഇലക്ട്രോൺ ഗണ്ണിന്നും അതുപോലെ റെഡ് ഇലക്ട്രോൺ ഗണ്ണിന്നും മാത്രമേ ലൈറ്റ് വന്നോളൂ. ആ നമ്മുടെ ഷാഡോ മാസ്കിലൂടെ പാസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഗ്രീൻ ഡോട്ടിനെയും ദെൻ റെഡ് ഡോട്ടിനെയും മാത്രമേ എക്സൈറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ യെല്ലോ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ബ്ലൂ ആൻഡ് റെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റ എന്ന് പറഞ്ഞ കളേഴ്സ് ആയിരിക്കും. ദെൻ ബ്ലൂ ആൻഡ് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ സിയാൻ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? സോ ഹിയർ 3 electron guns, then each pixel point on the screen means 3 dots, and each of the 3 dots represents 1 for red, 1 for green and 1 for blue, and there is a shadow mask behind the screen which consisting of the number of points which consists of some holes which is equal to the number of pixel position. സ്ക്രീനിൽ പിക്സൽ പൊസിഷൻ എത്ര ഉണ്ടോ അത്രയും ഹോൾസ് കാണും. അപ്പോൾ ഈ 3 ഇലക്ട്രോൺ ഗൺസിൽ നിന്നും വരുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ബീം ഓഫ് ഇലക്ട്രോൺസ് ഹോളിലൂടെ ഷാഡോ മാസ്കിലെ ഹോളിലൂടെ പാസ് ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ വന്ന് ടച്ച് ചെയ്യും. സ്ക്രീനിൽ വന്ന് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ റെഡ് ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് റെഡ് ബീം മാത്രമേ വരൂ. അത് ആ ഹോളിലൂടെ പാസ് ചെയ്ത് റെഡ് ഡോട്ടിനെ മാത്രമേ എക്സൈറ്റ് ചെയ്യത്തുള്ളൂ. സോ റെഡ് കളറായിരിക്കും. ചില കേസിൽ നമ്മുടെ ബ്ലൂ ഗൺ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ സോ ഒരു ബ്ലൂ ഇലക്ട്രോൺ ബീം ആയിരിക്കും ഹോളിലൂടെ പാസ് ചെയ്ത് വന്ന് ബ്ലൂ ഡോട്ടിനെ എക്സൈറ്റ് ചെയ്ത് നമുക്ക് ബ്ലൂ കളർ കിട്ടുന്നത്. ചിലപ്പോൾ റെഡും ഗ്രീനും മാത്രമായിരിക്കും, ചിലപ്പോൾ റെഡും ബ്ലൂ മാത്രമായിരിക്കും. ചില കേസിൽ എല്ലാം കാണും വിത്ത് ഈക്വൽ ഇൻറ്റൻസിറ്റി, അവിടെ വൈറ്റ് ആയിരിക്കും. ചില കേസിൽ ഒന്നും കാണത്തില്ല, ആ കേസിൽ നമുക്ക് ബ്ലാക്ക് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദീസ് ആർ അബൌട്ട് കളർ CRT മോണിറ്റർ. സോ 2 types കളർ CRT മോണിറ്റേഴ്സിലും ഉണ്ട്. ബീം പെൻട്രേഷനും ഉണ്ട്. ബീം പെൻട്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കളർ CRT മോണിറ്റർ. ഓക്കെ, താങ്ക് യു.